മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം തിരുവചനങ്ങൾ. അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ എപ്പോഴും സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ വഴി തെറ്റിക്കാൻ ആവശ്യമായ രീതിയിൽ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളും പ്രേരണകളും നിർബന്ധങ്ങളും ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനമാണ് പ്രഘോഷിക്കുന്നത്, എന്നാൽ അവിടെ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റ് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും നടക്കുന്നുണ്ട്. എന്താണെന്ന് നീ തിരിച്ചറിയണം. അതായത് ഒരു കാലത്ത് സത്യസഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് വരം കൊടുത്തു. ഏതാ പരിശുദ്ധാത്മാവ് കൊടുത്ത വരം? അവിടെ രോഗശാന്തി വരമുണ്ടാകാം, അത്ഭുത പ്രവർത്തിക്കാനുള്ള വരമുണ്ടാകാം. അന്ന് ചേർന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകി ആ വ്യക്തിയെ അനുഗ്രഹിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് ഒരിക്കലും അതിനെ പിൻവലിക്കുക. ഇപ്പം എന്ത് ചെയ്തു? ഇപ്പം ആ വ്യക്തിയെ നുണയുടെ വഴിയിലൂടെ സാത്താൻ തട്ടിയെടുത്തിട്ട് ഇപ്പോൾ സാത്താനും അതുപോലെ തന്നെ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ മാലാഖമാരാണ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നും ചെയ്തെന്നും വരാം. പക്ഷെ ആ വരുന്നതൊന്നും ദൈവത്തിൽ നിന്നാകണമെന്നില്ല. അതുകൊണ്ട് സത്യദൈവത്തിനുള്ള പ്രബോധനമാണോ എന്ന് നീ തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, വഴി തെറ്റിയവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും.